ഹേ എവരി വൺ വെൽക്കം ബാക്ക് ടു ഷെറി അൺഫിൽറ്റഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ പാർട്ട് 2 കാണിക്കുന്നത്. കോഫി കുടിക്കാൻ വേണ്ടി മെയിനായിട്ട് ഇറങ്ങിയത് കാരണം അതിരപ്പള്ളിയിൽ നിന്ന് നേരെ കഫേ കോഫി ഡേയിലെത്തി. ഷോപ്പിലേക്ക് കയറി ചെന്നത് വളരെ നേരത്തെ ആയതുകൊണ്ട് അവിടെയുള്ള ആൾ പറഞ്ഞ് ഷോപ്പ് അടക്കാൻ പോകണമെന്ന്. പിന്നെ ഞങ്ങൾ ഓർഡർ എല്ലാം വേഗം കൊടുത്ത് ക്യാപ്പുച്ചീനോയും ചീസ് കേക്ക് എല്ലാം വേഗം വന്ന് അപ്പോഴത്തേക്കും അയാൾ ഷോപ്പ് അടച്ചു പോയി. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും പിന്നെ പുറത്തായതുകൊണ്ട് സീൻ ഉണ്ടായില്ല. അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇനി അടുത്തത് എങ്ങോട്ട് പോകുന്നായി. ടൈം നോക്കിയപ്പോൾ ആകെ 5 മണിയായിട്ടുള്ളൂ. ഇനിയുണ്ട് നേരം വെളുക്കാൻ സമയം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭൂതത്താൻകെട്ട് ഡാമിലെത്തി. അവിടെയാണെങ്കിൽ ഷട്ടറൊക്കെ തുറന്നിട്ടേക്കണ കാരണം മനുഷ്യന് കാണുമ്പോൾ തന്നെ പേടിയായിട്ട് പാടില്ല. പാലത്തിൻ്റെ അവിടെ ഒരാൾ നടക്കണുണ്ടായി. എന്നും അയാളുടെ റൊട്ടീനായിരിക്കും അതിൽ കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണത്. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടമ്പുഴ റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ വടാട്ടുപാറ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലെത്തുവേ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 6 മണിയൊക്കെ ആയി. ഒരു ചേട്ടനെ ചേച്ചിയുടെ പേരെഴുതാത്തൊരു കടയുണ്ടായി. പണ്ടൊക്കെ കണ്ടിരുന്നൊരു കട, ഒരു ചെറിയൊരു കടയായിരുന്നു. അവിടെ കയറി ഞങ്ങൾ ചായ കുടിക്കാൻ. പിള്ളേരൊക്കെ നല്ല ഉറക്കമായതുകൊണ്ട് അജാപ്പി കാറിൽ തന്നെ ഇരിക്കണമായിരുന്നു. ഇതാണ് നമ്മുടെ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ കല്യാണ ചെക്കൻ. ഇതാണ് ചെക്കൻ്റെ ചേട്ടൻ. ഇത് പിന്നെ ഞങ്ങളുടെ ഇക്കാക്ക. അങ്ങനെ പിന്നെ ഇവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് സെറ്റായിട്ട് ഇറങ്ങി. നമ്മ എങ്ങടാ പോണേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ പോണത് വടാട്ടുപാറ വാട്ടർഫോൾസിലേക്കാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്റ്റാളുണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും മേടിക്കാൻ സാധിച്ചു. ഇതൊട്ടും പ്ലാൻ ചെയ്യാണ്ട് പോയ ട്രിപ്പായത് കാരണം ഒന്നും ഞങ്ങൾ കരുതിയിട്ടുണ്ടായില്ല. പിന്നെ പിള്ളേർക്ക് 2 റെയിൻകോട്ടും മേടിച്ച് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോഴാണെങ്കിലാ എന്ത് രസമായിരുന്നു അവിടെ കാണാനായിട്ട്. മലയും കോടയും എല്ലാവരും കൂടി. ചുറ്റും കാടായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായി കാണാൻ. അതുകൊണ്ട് തന്നെ പുലിയൊക്കെ ഇറങ്ങണ സ്ഥലമാണെന്ന് ആരൊക്കെയോ പറയുന്നുണ്ടായിട്ടാ. അത് ഞങ്ങൾ ചെന്നപ്പോൾ അറിഞ്ഞില്ല, പോന്നപ്പോൾ അറിഞ്ഞത്. അതുകൊണ്ട് ആർക്കും പേടിയൊന്നും ഉണ്ടായില്ല. അറ്റത്ത് കാണുന്നത് വെള്ളച്ചാട്ടമാണ്, പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കാണുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. നേരത്തെ കാണിച്ച സ്റ്റാളില്ലേ, അവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളും അല്ലാണ്ട് കാർ പാർക്കിങ്ങും ഉണ്ട്. ഇതിപ്പോൾ ഇട ദിവസങ്ങളിലായതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായില്ല. തിരക്കൊന്നുമല്ല, ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത ദിവസമാണെങ്കിൽ നല്ല റഷായിരിക്കും അവിടെ എത്തി. വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങിക്കിടന്ന പിള്ളേർ 2 പേരും എണീച്ച് ഡ്രസ്സൊക്കെ മാറ്റി റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായി. ഇവിടുന്ന് താഴേക്ക് പോണ വഴിയാണ് ഈ കാണുന്നത്. നോക്കി നടന്നില്ലെങ്കിൽ നമ്മുടെ നടുവിന് നല്ല പണി കിട്ടും. അത്ര തെന്നിക്കിടക്കണേന്. ഒന്നാമത് മഴയും കൂടി പെയ്തേക്കണ കാരണം പറയണ്ട. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഇറങ്ങിയിട്ടും നല്ല രസമായിരുന്നു കേട്ടോ. അവർ നിൽക്കുന്ന സ്പേസ് ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ കുറേ നേരം കളിച്ചിരുന്നത്. പക്ഷേ മഴ കൂടി പിന്നെ അവിടെ ഭയങ്കര ഒഴുക്കായി. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ എന്തോരം ഒഴുക്കുണ്ടെന്ന്. ഒരു 6:30 ഞങ്ങൾ വെള്ളത്തിൽ കയറിയിട്ട് പിന്നെ 9 മണി വരെ ആ താഴത്ത് തന്നെയാണ് അവിടെ സ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെയാണ് മേളിലേക്ക് കയറി വന്നപ്പോൾ ഈ സ്പോട്ട് കണ്ടിട്ട് എല്ലാവർക്കും ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ കാറിലേക്ക് കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കയറി. പിന്നെ ഞങ്ങൾക്ക് ആർക്കും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഫോണിൽ ചാർജ് ഉണ്ടായില്ല. എല്ലാവരുടെയും ഫോൺ ഓഫ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സീ യു.